ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. കാരണം നമ്മളിതിൽ ഫൗണ്ടേഷനോ കൺസീലറോ ഐഷാഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് തന്നെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാദിയുടെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു ലിപ് ബാമാണ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. ഇത് സ്ട്രോബെറിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിപ്പൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് പോൺസിൻ്റെ ഏജ് മിറാക്കിൾ ഡേ ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ അത്യാവശ്യം SPF ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്താ പറയുക, ഒരുപാട് വെയിലുള്ള സമയത്ത്, ലൈറ്റ് വെയിലൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഫേസിനൊരു പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കൂടെ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡേ ക്രീം വന്നിട്ട്. ഇതെൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡേ ക്രീമാണ്. ഞാൻ ചെറിയ ഫങ്ഷന് പോകുമ്പോൾ പോലും ഇത് യൂസ് ചെയ്യാറുണ്ട്. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടുന്നില്ല എങ്കിലും ഞാൻ ഈ ഒരു ഡേ ക്രീം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷം ഐബ്രോസ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള മിസ് ക്ലെയർ എന്ന ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിൽ ബ്രഷൊക്കെ അറ്റാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഐബ്രോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ ആണ്. പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കോമ്പാക്ട് പൗഡർ വന്നിട്ട് Maybelline ആണ്. അപ്പോൾ ഇത് ഫുൾ ഫേസ് ഒന്നും ഞാൻ ഇടുന്നില്ല. സാധാരണ ഡേ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ ഇഷ്ടമല്ല പൗഡർ. ജസ്റ്റ് നമ്മുടെ ഐസിന് ചുറ്റും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം കാജലൊക്കെ ഇടുമ്പോൾ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നമുക്ക് ഐഷാഡോ ഇല്ല നമ്മുടെ കയ്യിൽ. സോ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് റെഡാണ് ഷെയ്ഡെങ്കിലും എനിക്ക് ഫേസിലൊക്കെ, അതായത് ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും പിങ്കാണ് എനിക്ക് എടുത്ത് കാണിക്കാറുള്ളത്. ഒരു പിങ്കിഷ് റെഡ് പോലെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് കൂടിയാണ്. അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് മൈഗ്ലാമിൻ്റെ കാജലാണ്. ഇത് നല്ല ബ്ലാക്ക് കാജലാണ്, ഡെയിലി യൂസിന് പറ്റിയൊരു കാജലാണ് കേട്ടോ. ബ്ലാക്ക് കാജൽ ഇൻ ദ സെൻസ് ഭയങ്കര ബോൾഡായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല, പക്ഷേ ഡെയിലി യൂസിന് പറ്റിയൊരു കാജലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഐലൈനറായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ഐലൈനർ തന്നെയാണ്. വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടില്ലേ ഞാൻ ഒരുപാട് കോൺഷ്യസ് ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഐലൈനർ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം മസ്കാര നമ്മൾ എടുത്തിരിക്കുന്നത് ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്, എന്താ പറയുക, നല്ല വോളിയം തരുന്ന, നമ്മൾ ലാഷസിന് നല്ല വോളിയം തരുന്ന ഒരു മസ്കാരയാണ്. റേറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ, നല്ല വോളിയൊക്കെ തരുന്ന ഒരു മസ്കാരയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്ലഷ് ഇല്ല, സോ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇത് ബ്ലഷായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, നല്ല ഒരുപാട് ഇങ്ങനെ ബ്ലഷ് യൂസ് ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടോ, നല്ല ഇങ്ങനെ ഒരു പിങ്കിഷ് റെഡ് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് സെയിം ലിപ്സ്റ്റിക്കാണ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മാമാഅർത്തിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡും കൂടെ അതിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് എൻ്റെ എന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ആ ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇല്ലേ മാമാഅർത്തിൻ്റെ, അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഷെയ്ഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഒരു ക്രീമി മാറ്റാണ്, ഇത് വന്നിട്ട് ഒരു മാറ്റാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാറ്റാണ്, അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഷെയ്ഡ് വന്നിട്ട് ഇപ്പം കൂടുതലും പിങ്ക് തന്നെയായി ഷെയ്ഡ്, ആ റെഡ് ഷെയ്ഡൊക്കെ മാറിയിട്ട് പിങ്ക് ഷെയ്ഡായി. അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, ഇനി ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അതുപോലെ കമ്മലൊക്കെ ഇടണം. അപ്പം ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു വെഡിങ് ഫംഗ്ഷന് വേണമെങ്കിലും ഈ ഒരു ലുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു മിനിമൽ
മിനിമൽ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് മിനിമലായിട്ട് നമ്മൾ ചെയ്ത ഒരു ലുക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.